രാവിലെയാണെങ്കിൽ പൂച്ചക്കുട്ടനായാലും ഓടി നടപ്പുണ്ട്. അമ്മയാണെങ്കിൽ കുക്കിങ്ങിലാണ്. വീട്ടില് രണ്ട് കുഞ്ഞന്മാരും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റംബുട്ടാന്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ചന്ദ്രു ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും കുറച്ചെണ്ണം പറിച്ചു നോക്കി. പക്ഷെ പുളിയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ മേടിക്കാൻ പോലാണ്. ഇന്ന് പോകുന്ന വഴിക്ക് അമ്പലവേല് റൂട്ടിൽ കണ്ടൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് യൂക്കാലി മാറ്റിയതിന്റെ ബാക്കി വേസ്റ്റ് കൊണ്ടേ ചെരിഞ്ഞേക്കുന്നതാണ്. മീൻ വാങ്ങാൻ പോയിരിക്കുന്നത് ആണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അമ്പലവേലിനപ്പുറത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളും കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും പോലെ വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു ചേച്ചിയും ചേട്ടനും കൂടി നടത്തുന്നതാണ് കേട്ടോ. സബർജലീന്റെ സീസൺ ആയതുകൊണ്ട് വരുന്ന വഴിക്ക് അതും കുറച്ച് വാങ്ങി. ബദാം ലീഫാണ് കേട്ടോ. ഫിഷിനെ കണ്ടീഷൻ ചെയ്യാൻ ഇടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലെത്തിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ കഴുകലും അതേപോലെ ഫിഷിനെ ഓരോരോ ടാങ്കുകളിലേക്ക് മാറ്റുക എന്നതായിരുന്നു കേട്ടോ. ഇതിന്റെ കൂട്ടത്തിലെ വീട്ടിലുള്ള പഴയ സോട്ടയിലിന്റെ ടാങ്കും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. വീട്ടിലെ ക്ലീനിങ്ങിന്റെ സൗണ്ട് കേട്ടിട്ട് ലിസേച്ചിയും ചക്കരയും വന്നിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് കഴിഞ്ഞ ശേഷം ഞാനും അപ്പൂസും കൂടി തോട്ടത്തിൽ കൊളുത്താടീനെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഗപ്പീസിനും ഫൈറ്ററിനും നല്ല ഇഷ്ടമുള്ള ഫുഡാട്ടോ. 3-4 ദിവസം വയറിറച്ച് കൊടുക്കാൻ പാകത്തിനുള്ളതും പിടിച്ചിട്ടുണ്ട്. രാത്രി ഈ നക്ഷത്രം ഇരുന്ന് സീലിംഗിൽ ഒട്ടിക്കലായിരുന്നു പരിപാടി കേട്ടോ. അമ്മയത്തെ കുഞ്ഞിനെ വിളിച്ചോണ്ടിരിപ്പുണ്ട്. ആദ്യം അമ്മയെ തമ്മിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒട്ടിച്ച നക്ഷത്രം രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കത്തി നിൽക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാത്രി എന്തായാലും ഒന്ന് ഓഫാക്കി ഒന്ന് നോക്കണം. അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം.